ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എല്ലാവരും ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രേഷനൊക്കെ നല്ലതായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ ഈ പോർഷനിലോട്ട് കിടക്കാനായിട്ട്. അപ്പോൾ അത് പഠിക്കാത്തവരാണെങ്കിൽ വേഗം പോയി അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിലോട്ട് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതിനുള്ള ഒരു ക്ലൂ ആണ് ആദ്യമേ ഞാൻ എഴുതിയേക്കുന്നത്. ഒന്നെങ്കിൽ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ മിക്സായിട്ട് കിടക്കും. അതെങ്ങനെയാണ് ഒരു ഫംഗ്ഷനും ഡെറിവേറ്റീവും കൂടെ മിക്സായിട്ട് കിടക്കുന്നത്? ഇപ്പം നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ എടുത്ത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? 1/x. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻ്റഗ്രൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇൻ്റഗ്രൽ ലോഗ് എക്സ് ബൈ എക്സ്, കണ്ടോ? അതിൻ്റെ ഡെറിവേറ്റീവും ഫംഗ്ഷനും കൂടി ഒന്നിച്ച് വരും. അങ്ങനത്തുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡാണ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു സാഹചര്യം കൂടെ. നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂള് ഒക്കെ വെച്ചിട്ട് ചെയിൻ റൂൾ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അങ്ങനത്തുള്ള ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഓരോ സ്റ്റെപ്പും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതിനുശേഷം നമുക്ക് കണക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഒരു ഫംഗ്ഷനെ, ആ ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷനെ യു എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, ആദ്യമേ ഫംഗ്ഷനെ യു എന്നെടുക്കും. എന്നിട്ട് അപ്പം യു എന്നെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഇൻ്റഗ്രൻറ്റിനെ ഇൻ്റഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ അതിൻ്റെ അകത്ത് എഴുതുന്നതിനാണ് ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത്. അതിനെ ഫുള്ള് യുവിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ മാറ്റണം. അതിനുശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതായത് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ നമ്മൾ യു എന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഡി എക്സിനെ മാറ്റി ഡി യുവിനെ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഡി എക്സിനെ മാറ്റി ഡി യു ആക്കണം. അപ്പോൾ മൊത്തത്തിൽ ഒരു യുവിൻ്റെ ആളായിട്ട് മാറ്റണം. ഡി എക്സിനെ മാറ്റി ഡി യു ആക്കണം. അതിന് വേണ്ടിയിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യുവിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അതിനെ മാറ്റിയിട്ട് യുവിൻ്റെ സ്ഥാനത്തോട്ട് എക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം വിഷമിക്കേണ്ട, നമുക്ക് കണക്ക് ചെയ്യുമ്പം അടിപൊളിയായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓരോ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്? ഒന്നെങ്കിൽ ഫംഗ്ഷനും ഡെറിവേറ്റീവും കൂടെ മിക്സായി കിടക്കുമ്പം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ കണ്ടോ, x+1 അപ്പോൾ ഇതെന്താണ്? നമുക്ക് ഒരു ഡെറിവേറ്റീവ്സിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ പഠിച്ചവർക്കറിയാം, ചെയിൻ റൂൾ പഠിച്ചവർക്കറിയാം. ഇത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും അത് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതാണെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് x+1 അതിൻ്റെയും പവറിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതാണ്. അതായത് ഇപ്പോൾ ഒരു x⁵5 ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ എക്സിനെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് x+1 അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, അങ്ങനെയാണ് ഇത് വരുന്നത്, x+1 ഓക്കെ, അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ഈ x+1 യു എന്ന് കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ നമ്മൾ യു എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് യു ആയി അല്ലേ? എക്സിൻ്റെ ആളിനെ എല്ലാം മാറ്റി നമ്മൾ യു ആക്കി. ഇനി നമുക്ക് അടുത്ത ആരെ മാറ്റണം? ഡി എക്സ് മാറ്റി ഡി യു ആക്കണം. അപ്പോൾ ഡി എക്സ് മാറ്റി ഡി യു ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഡി യു ബൈ ഡി എക്സ്. പിന്നെ ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. അത്രയും മനസ്സിലായേ? ഇനി നമുക്ക് ഡി എക്സിന് പകരമാണ് നമുക്ക് മാറ്റേണ്ടത് ഇല്ലേ? അപ്പോൾ നമുക്ക് ഡി എക്സ് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡി യു = ഡി എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൻ്റ് മാറും. എങ്ങനെയായിട്ട് മാറും? അതിനെ നമ്മൾ എന്ത് ചെയ്യും? x+1ൻ്റെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കും? യുവിനെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡി എക്സും ഡി യു ഈക്വൽ അല്ലേ? അപ്പോൾ ഡി എക്സ് എന്ന് മാറ്റിയിട്ട് നമുക്ക് ആരെ ഇട്ട് കൊടുക്കാം? ഡി യു എന്ന് ഇട്ട് കൊടുക്കാം.
ഓക്കെ, ഇപ്പം നമുക്ക് അറിയാവുന്ന ഫോർമാറ്റിലായി അല്ലേ. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റേസ്ഡ് എൻ പ്ലസ് 1/n+1 അല്ലേ, പ്ലസ് സിയും കൂടെ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. എങ്ങനെ വരും? u⁵ എങ്ങനെ വരും? u⁶6/6 പ്ലസ് സി. ഓക്കെ, അപ്പോൾ യുവിൻ്റെ കിട്ടി. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? ആ ആൻസറിനെ നമ്മൾ എക്സിൻ്റെ ടീമിലോട്ട് എഴുതണം. ഈ യു എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആരെയാ എടുത്തേ x+1നെ. അപ്പോൾ യു മാറ്റിയിട്ട് അതിന് പകരം ആരെ ഇട്ട് കൊടുക്കണം? x+1നെ ഇട്ട് കൊടുക്കണം. x+1^6/6 പ്ലസ് സി. ഇങ്ങനെ വരും നമ്മുടെ ആൻസർ. ഓക്കെ, സെറ്റല്ലേ? ഞാൻ ഒന്നും കൂടി പറയാം. അപ്പം നമ്മൾ എങ്ങനെയാ ഒരു ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ ഇല്ലേ, അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആദ്യമേ അതിനകത്തെ ആ ഫങ്ഷനെ നമ്മൾ യു എന്ന് ഡിനോട്ട് ചെയ്തു. പിന്നെ നമുക്ക് രണ്ടാമത്തെ പ്രശ്നം, ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ച് വരിക. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ യു എന്നാക്കുമ്പം നമുക്ക് ഡി എക്സിനെ മാറ്റിയിട്ട് ആരെ കൊണ്ടുവരണം? ഡി യുവിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ യുവിന് വിഷമാവത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഡി എക്സിന് പകരം ഡി യുവിൻ്റെ ഒരു വാല്യൂ കിട്ടി. ഇനി അടുത്തത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. x+1ൻ്റെ സ്ഥാനത്തോട്ട് യു ഇട്ട് കൊടുത്തു. അപ്പോൾ u⁵5du എന്ന് കിട്ടി. പിന്നെ അതിനെ സാധാ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. യുവിൻ്റെ സ്ഥാനത്തോട്ട് നമ്മളെടുത്ത x+1നെ തിരിച്ചിട്ട് കൊടുത്തു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ 3x+1^2. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ആരെ ആയിരിക്കും ഇവിടെ യു എന്ന് എടുക്കേണ്ടത്? 3x+1നെ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ആരെയാണ് യു എന്ന് എടുക്കേണ്ടത്? 3x+1നെ. അങ്ങനെ നമ്മൾ 3x+1നെ നമ്മൾ യു എന്നെടുത്തു. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തോ. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരും? du/dx = 3xൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി du ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം du 3dx എന്ന് വരും അല്ലേ. പക്ഷെ നമുക്കിവിടെ ആരെ മാത്രം മതി? ഡി എക്സിനെ മാത്രം മതിയെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കുമല്ലേ. മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ 3 ആണെങ്കിൽ അപ്പുറത്തോട്ട് പോയി du/3 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഡി എക്സിന് പകരം ഇപ്പോൾ ആര് വന്നു? du/3 വന്നു. അപ്പം നമുക്ക് എഴുതാം. എഴുതി തുടങ്ങാൻ നോക്കിക്കോ. യുവിന് പകരം ഇവിടെ ആരെയാണ്? 3x+1ന് പകരം ഇവിടെ ആരെയാണ്? യു. അപ്പം u². ഡി എക്സിന് പകരം നമ്മളിവിടെ ആരെയാണ് കണ്ടുപിടിച്ചത്? du/3. അതിന് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? du/3യെ നമുക്ക് u²/3 du എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല അല്ലേ. കാരണം നമുക്കറിയാം ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്. അപ്പം എന്നിട്ട് ഞാൻ ഇതിനെ മാറ്റി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്തായാലും ഒന്ന് തന്നെയാണ് വരുന്നത്. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ u² തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരും? ന്യൂമറേറ്ററിനെ തമ്മിൽ ഗുണിക്കും, ഡിനോമിനേറ്ററിനെ തമ്മിൽ ഗുണിക്കും അല്ലേ. അപ്പോൾ 1 × u എന്ന് u² എന്ന് പറഞ്ഞാൽ u², 3 × 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ u²/3 പിന്നെയും കിട്ടിയില്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ലേ. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്കാണെങ്കിൽ ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതും സെയിം ആണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ 1/3 × u²du എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ 1/3 ഡിയുവിൻ്റെ ആളല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ വെളിയിലോട്ട് ഇറക്കാം. അതിനെ നമ്മൾ വെളിയിലോട്ട് ഇറക്കിയപ്പോൾ അകത്ത് ആര് വന്ന്? ഇൻ്റഗ്രൽ u²du മാത്രം വന്നു. ഇനി u²ൻ്റെ ഇൻ്റഗ്രൽ അറിയാമല്ലോ, u³ u²ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? u³/3. ഓക്കെ, അങ്ങനെ വന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു, പ്ലസ് സിയും കൂടെ ഉടനെ മറക്കല്ലേ. ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വിട്ടു 1/3 × u³ ഇങ്ങനല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ തമ്മിൽ ഗുണിക്കണം, ഡിനോമിനേറ്ററിനെ തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എങ്ങനെ വരും? u³
3 × 3 9 എന്ന് വരും, പ്ലസ് നമ്മുടെ സിയും കൂടെ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യുവിനെ മാറ്റിയിട്ട് അവിടെ എക്സിൻ്റെ ആളിനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ u³ / 9 കിട്ടി. എന്നിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്ത് യുവിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആളിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, പ്ലസ് സിയും കൂടെ. ഓക്കെ, സെറ്റല്ലേ? മനസ്സിലായോ? ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും അതുപോലെ തന്നെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? u1 2x - 1ന് u1 ഇട്ട് കൊടുത്ത്, എന്നിട്ട് du കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത്, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ du = 2dx കിട്ടി. എന്നിട്ട് നമുക്ക് dxനെ മാത്രം മതി, അതുകൊണ്ട് നമ്മൾ 2വിനെ അപ്പുറത്തോട്ട് കളഞ്ഞു. അപ്പോൾ du/2 എന്ന് കിട്ടി. അപ്പോൾ dxന് പകരം du/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു 2x - 1ന് പകരം u ഇട്ട് കൊടുത്തു u⁵, dxന് പകരം du/2 ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഞാൻ ഈ 2വിനെ ഇങ്ങോട്ട് ഇട്ടു. വ്യത്യാസമില്ലല്ലോ. u⁵ du × du/2 ഇങ്ങനെയല്ലേ കിടന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതാണ്ട് നമ്മളൊന്ന് ചെയ്താൽ u⁵ du/2 എന്ന് കിട്ടും. അതെല്ലാം ഈക്വലാണ്. ഓക്കെ, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് അതെല്ലാം വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 1/2 × u⁵ du എന്ന് എഴുതാമല്ലോ. എന്ത് ചെയ്താലും ആൻസർ ഒന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതിനോട്ട് 1/2നെ വെളിയിലോട്ട് കളഞ്ഞു. ഇൻ്റഗ്രൽ u⁵ du. ഇൻ്റഗ്രൽ u⁵ du എന്ന് പറഞ്ഞാൽ എന്താണ്? u�6/6 പ്ലസ് നമ്മുടെ സിയും കൂടെ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ യുവിൻ്റെ സ്ഥാനത്തോട്ട് 2x - 1 ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ഉണ്ടോ 2ഉം 6ഉം കൂടി ഗുണിച്ചു, അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടി. ഇവിടെ 1 × u�6 എന്ന് പറഞ്ഞാൽ u�6 തന്നെയല്ലേ. അപ്പോൾ അത് അതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടു /12 പ്ലസ് സി എന്നിട്ട്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. ഞാനിതിപ്പോൾ എൻ്റെ രീതി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വേറൊരു മോഡൽ അല്ലേ. ഇത്രയും ചെയ്തതിന് ഒരു ചെറിയൊരു വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം. അപ്പം നോക്കാം. ഇവിടെ നമ്മൾ ആരെയാണ് u എന്ന് എടുക്കുന്നത്? 4 + 3x. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഫംഗ്ഷന് വരുവാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതൊക്കെ അങ്ങ് എടുത്താൽ മതി. പിന്നെ റൂട്ടിനകത്ത് ഇപ്പം 3x + 2 എന്നൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ആ റൂട്ടിനകത്ത് കിടക്കുന്നതായിരിക്കും u എന്ന് എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? u1 എടുത്ത്, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട് du/dx എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഡെറിവേറ്റീവ് 0, 3xൻ്റെ ഡെറിവേറ്റീവ് 3. പിന്നെ du കണ്ടുപിടിക്കാൻ വേണ്ടി dxനെ അപ്പുറത്ത് കൊണ്ടുപോയി അത് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് dxനെ മാത്രം മതി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 3യെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന്, അപ്പോൾ du/3 എന്ന് പറഞ്ഞാൽ dx നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ അതിൻ്റെ കൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/uവിൻ്റെ സ്ഥാനത്ത് 4x + 3xൻ്റെ സ്ഥാനത്ത് 4 + 3xൻ്റെ സ്ഥാനത്ത് u⁵. പിന്നെ ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ്റഗ്രേറ്റ് ഇതെന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 1/4 + 3x⁵ dx എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ dx ഉണ്ട്. dxന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുത്ത്? du/3. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇതിനകത്ത് നിന്ന് 3യെ അങ്ങ് തിരിച്ചെഴുതും. 1/3 × 1/u⁵ du എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് 1/3യെ വെളിയിലിറക്കും, 1/u⁵ du. എന്നിട്ട് u⁵ മേളിൽ എഴുതുമ്പം u⁻⁻5 du എന്ന് വരും, -5 du എന്ന് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? +1 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പം u⁻⁻5ൻ്റെ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? u⁻−1 + 1/5 - 1. അപ്പം -5 + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ സൈൻ. അപ്പം u⁻−4 എന്ന് വരും. ഓക്കെ, അതാണ്ട് അതവിടെ എഴുതിയിട്ടുണ്ട്. അതാണ്ട് u⁻−4 എന്ന് വരും. എന്നിട്ട് ഈ 3യും -4ഉം കൂടി ഗുണിക്കും, അപ്പം നമുക്ക് -12 എന്ന് കിട്ടും. പിന്നെ u⁻−4 അതുകൊണ്ട് തന്നെ എഴുതി. എന്നിട്ട് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, യുവിൻ്റെ സ്ഥാനത്തോട്ട് 4 + 3x നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അതത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇതൊക്കെ എളുപ്പമല്ലേ, കൊള്ളാടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് 1/2x - 3. അപ്പോൾ ഇവിടെ ആരെയായിരിക്കും നമുക്ക് യു എന്ന് കൊടുക്കാനുള്ളത്? 2x - 3. 2x - 3ക്ക് നമ്മൾ യു എന്ന് കൊടുത്തു. പിന്നെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. du/dx = 2xയുടെ ഡെറിവേറ്റീവ് 2 -3യുടെ ഡെറിവേറ്റീവ് 0 ആയി പോകുമല്ലോ. അപ്പോൾ du/dx എന്ന് പറഞ്ഞാൽ 2 എന്ന് വന്നു. പിന്നെ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ചെയ്തപ്പോൾ du = 2dx എന്ന് വന്നു. എന്നിട്ട് നമുക്ക് dx മാത്രം മതി. അപ്പോൾ ഈ 2നെ നമ്മൾ താഴോട്ട് എടുത്തിട്ടു, അപ്പുറത്തോട്ട് കളഞ്ഞു. ഓക്കെ, ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലേ? ഇൻ്റഗ്രൽ യുവിൻ്റെ സ്ഥാനത്ത് 2x - 3യുടെ സ്ഥാനത്ത് യുവ്, പിന്നെ ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പോഴും അത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേ പറഞ്ഞില്ലേ, ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/2x - 3 dx കൂടി ഉണ്ട്, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ തെറ്റിപ്പോവരുത്, അതുകൊണ്ടാണ് ഞാൻ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ടത്. അടുത്തത് du/2. dxന് പകരം നമ്മൾ എന്തെടുത്തു? du/2 കൊടുത്തു. എന്നിട്ട് നമ്മൾ 1/2നെ ഇങ്ങനെ മാറ്റി എഴുതി. 1/u du. 1/u du ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്തുവാന്ന് അറിയാമോ? എന്നിട്ട് 1/2നെ വെളിയിലോട്ട് ഇറക്കി. അപ്പോൾ ഇൻ്റഗ്രൽ 1/u du എന്ന് വരും. ഇൻ്റഗ്രൽ 1/u du എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, log u. ഓക്കെ, 1/x ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്? log x. അപ്പോൾ ഇവിടെ u ആയതുകൊണ്ട് log u. ഓക്കെ, log u എന്ന് കിട്ടി. log u + c. എന്നിട്ട് നമ്മൾ ഈ യുവിൻ്റെ സ്ഥാനത്തോട്ട് ആരെ ഇട്ട് കൊടുക്കണം? 2x - 3 ഇട്ട് കൊടുക്കണം, + c. ഓക്കെ, സെറ്റല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് വേറൊരു രീതിയിൽ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേറ്റ് x√x² + 2. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി വേറൊരു ടൈപ്പായിട്ട് തോന്നി അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ആളിനെ നമ്മൾ യു എന്നെടുക്കണം. u = x² + 2. എന്നിട്ട് പിന്നെ നമ്മൾ പതിവ് പോലെ എന്ത് ചെയ്യണം? അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. du/dx എന്ന് പറഞ്ഞാൽ x²ൻ്റെ ഡെറിവേറ്റീവ് 2x. എന്നിട്ട് നമ്മൾ 2xനെ അപ്പുറത്ത് കൊണ്ട് കൊടുത്ത്. നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ x dx എന്ന് വരണം. കാരണം ഇവിടെ ഒരു എക്സ് ഉണ്ട്. നമ്മൾ ഇതിന് മാത്രമേ യു എന്ന് കൊടുത്തുള്ളൂ അല്ലേ? ഇതിന് മാത്രമേ നമ്മൾ യു എന്ന് കൊടുത്തുള്ളൂ. അപ്പോൾ √u മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെ ഒരു എക്സും ഉണ്ട്, ബാക്കി ഡി എക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് ഡി എക്സിന് പകരമുള്ള ഒരാളിനെയാണ് നമുക്കിവിടെ വേണ്ടുന്നത്. ഇല്ലേ, മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പം ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമ്മൾ x² + 2ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് √u എന്ന് വന്ന്, ബാക്കി ഇവിടെ എക്സും ഡി എക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം എക്സിനും ഡി എക്സിനും കൂടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആരെ മാത്രം മാറ്റിയാൽ മതി? 2നെ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ 2നെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ എന്ത് വരും? എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഇതാണ്ടേ, ഇതിന് പകരം എന്ത് വരും? √u, പിന്നെ ബാക്കി ആരാണ് അവിടെ ഉള്ള ആൾ? എക്സ് ഡി എക്സ് അല്ലേ? ഏതാണ്ട് എക്സ് ഡി എക്സ്. ആ എക്സ് ഡി എക്സിന് പകരം ആരെ ഇട്ട് കൊടുക്കണം? du/2നെ ഇട്ട് കൊടുക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കേസിൽ ചെറുതായിട്ടൊന്ന് ചിന്തിക്കണം. ബാക്കി ആരുണ്ട്, ബാക്കി ആർക്കൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങ് വരും. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു 2 ഉണ്ടല്ലോ ഡിനോമിനേറ്ററിൽ. ആ ഡിനോമിനേറ്ററിനെ അങ്ങ് മാറ്റി 1/2 എന്ന് എഴുതി. 1/2 √u എന്ന് എഴുതി. √u du. ഇനി ഈ 1/2നെ നമ്മൾ വെളിയിലോട്ടിട്ട്, അപ്പോൾ ഇൻ്റഗ്രൽ √u du എന്ന് വരും. ഇനി ഇൻ്റഗ്രൽ √u du അതെന്താണെന്നറിയാമോ? നമ്മൾ ഇൻ്റഗ്രൽ √uവിനെ നമുക്ക് എങ്ങനെ എഴുതാം? √uവിനെ നമുക്ക് എങ്ങനെ എഴുതാം? u⁻1/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൻ്റ് വരുമ്പോൾ എന്താ വരും? ഇൻ്റഗ്രൽ വരുമ്പോൾ എന്ത് വരും? u⁻1/2 + 1/2 + 1. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? u⁻3/2 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേനും ഇതിവിടെ ഡിവൈഡിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ 2 ആണെങ്കിൽ അങ്ങ് മണ്ടേ കറങ്ങി ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ 2/3 × u⁻3/2 എന്ന് വരും. അതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ അല്ലെങ്കിൽ അത് നല്ലതായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് u⁻3/2
3/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ എഴുതാം നമുക്ക്. ഡിവൈഡ് 3/2. ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫംഗ്ഷനെ തിരിച്ചിടുക. അപ്പോൾ u⁻³ ഇൻറ്റു 2/3 എന്ന് വരും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ്റെ ഒരു സംഭവമാണത്. നോക്കാം. അപ്പോൾ 2/3 1/2 ഇൻറ്റു 2/3 u⁻³ എന്ന് വരും. അവിടെ ഇവിടെ നിന്ന് 2ഉം 2ഉം ക്യാൻസൽ ആവും. 1/3 പിന്നെ യുവിൻ്റെ സ്ഥാനത്തോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കണം? x² + 2നെ ഇട്ട് കൊടുക്കണം. പിന്നെ പ്ലസ് സിയും കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുതേ. എൻ്റെ വീഡിയോ കാണുന്ന 60% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.